കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമക്കൾക്ക് സ്നേഹവന്ദനം. ഒരുമിച്ച് ഒരു ദിനം കൂടെ ചേർന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസവും പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ യാത്രകളിൽ, നമ്മുടെ പാർപ്പിടങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്ന ഇടങ്ങളിലൊക്കെ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനിടയായത് ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് 40-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യം വായിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിനായി കാത്തിരിക്കുന്നവർ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് കർത്താവ് ചെയ്യുന്നതായ വലിയ ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഇവിടെ 40-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചു കേട്ടതായ ദൈവവചന ഭാഗം, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, ആ കാത്തിരുന്നപ്പോൾ അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു എന്ന് നമ്മളിവിടെ തിരുവചനത്തിൽ വായിക്കുന്നു. നമ്മുടെ കർത്താവിനായിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ കാത്തിരിപ്പിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ കാത്തിരുന്നപ്പോൾ അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടുവെന്ന. നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന് നമ്മുടെ നിലവിളി, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചെവി തരുന്നതായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ ദൈവത്തിനായി കാത്തിരിക്കുമ്പോഴാണ് അവൻ നമ്മളിലേക്ക് ചാഞ്ഞു വരുന്നത്. നാം അവനോട് അടുത്ത് വരുമ്പോൾ, നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് അവൻ നമ്മളോട് അടുത്ത് വരുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവ സാന്നിധ്യവും നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നതിന് സംശയമില്ല. ഒരു മനുഷ്യൻ്റെ തകർച്ച എന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഓരോ മനുഷ്യൻ്റെയും തകർച്ച ആരംഭിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവൻ ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് കടന്നു പോകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ചാഞ്ഞു വന്ന് നമ്മുടെ നിലവിളിയെ കേൾക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ സന്ധ്യയെങ്കിലും ഈ ആത്മസാന്നിധ്യമായിരിക്കണം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. ഈ വലിയ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. നമുക്ക് യഹോവയ്ക്കായി കാത്തിരിക്കണം. നമ്മുടെ സർവശക്തൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ എൻ്റെ ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവത്തെ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാണ്. ആ ഉടയവനെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിൽ പറയുകയാണ്, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ നിലവിളി നമ്മുടെ കർത്താവ് കേൾക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കിയെന്ന. നാശകരമായ കുഴി, അതുപോലെ തന്നെ കുഴഞ്ഞ ചേറിൻ്റെ അനുഭവം, അതിൽ നിന്നൊക്കെ അവൻ എന്നെ കയറ്റിയിട്ട് എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. അതേ ദൈവമക്കളെ, നമ്മുടെ കാലുകളെ വഴിവഴിപ്പുള്ള ഒരു സ്ഥാനത്തല്ല ദൈവം നിർത്തുന്നത്. വഴിവഴിപ്പിലല്ല നമ്മുടെ ദൈവം നമ്മുടെ കാലുകളെ ഉറപ്പിക്കുന്നത്. പിന്നെയോ ഒരു പാറമേൽ നമ്മുടെ കാലുകളെ അവൻ ഉറപ്പിച്ച് നിർത്തുമാറാക്കും. സ്തോത്രം. നമ്മുടെ വഴികൾക്കൊരു സ്ഥിരതയില്ലെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്ഥിരതയില്ലെങ്കിൽ, നമ്മുടെ ഈ ഭൗതികമായ ജീവിതയാത്രയിൽ, ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് സ്ഥിരമായി നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവപൈതലെ നാം യഹോവയ്ക്കായി കാത്തിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരതയുള്ളവരായി നമ്മുടെ കാലുകളെ ഒരു പാറമേൽ ഉറപ്പിച്ച് നിർത്തുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കിയെന്ന. നമ്മുടെ ഗമനാഗമനങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കണമെന്നുപരിയിൽ നാം നമ്മുടെ കർത്താവിനായിട്ട് കാത്തിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. നാം തിരുവചനം നോക്കുന്ന സമയത്ത് കാത്തിരുന്ന് ശക്തിയെ പ്രാപിച്ച അനേക ദൈവഭക്തന്മാരെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. യഹോവയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയത്തില്ല, നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിരവധി പ്രതികൂലങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം.
നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. എന്നാൽ ആ സാഹചര്യത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആ ദൈവകൃപ അത് എത്രയോ ശ്രേഷ്ഠമാണ്. സ്തോത്രം. അതേ ദൈവമക്കളെ, സിംഹത്തിന്റെ കുഴിയിൽ അകപ്പെട്ടു പോയ ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന് ആ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. തീയുടെ നടുവിൽ എറിയപ്പെട്ടതായ ബാലന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നത് ആ ദൈവ സാന്നിധ്യമാണ്. നാം ജീവിതത്തിന്റെ ഏത് തിക്താനുഭവങ്ങളിൽ കടന്നുപോയാലും, ഏത് ഭാരമുള്ള പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും, നമുക്ക് ഈ ജീവിതയാത്രയിൽ നിരവധി പ്രതിസന്ധികളെ ഒരുപക്ഷെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യമാണ് ഒരു ദൈവ പൈതൽ അനുഭവിച്ചറിയേണ്ടത്. ഇന്ന് രാത്രിയിൽ മനസ്സ് ചഞ്ചലപ്പെട്ട് ആകുലതകളുടെ മധ്യത്തിൽ വേദനയോടെ ഇരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്തുമായി കൊള്ളട്ടെ, അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്നതാണ് ആ ദൈവകൃപ, ആ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. നാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമുക്കത് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് പോകുന്നതിന് മുൻപ് നമ്മുടെ കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ കാലുകളെ പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു ദൈവമാണ്. ഒപ്പം തന്നെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നുവെന്ന. അവൻ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. സ്ഥിരതയില്ലെങ്കിൽ, നമുക്ക് സ്ഥിരതയോടെ ഈ ദൈവത്തെ വിളിക്കുവാൻ സേവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, അവിടെ തിരുവചനത്തിൽ പറയുന്നത് ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണെന്ന. കർത്താവിൽ നിന്ന് നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ്റെ കാലുകളെ ഒരു പാറമേൽ ഉറപ്പിച്ചു നിർത്തും, നമ്മുടെ ഗമനത്തെ അവൻ സ്ഥിരമാക്കുമെന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഗമനാഗമനങ്ങളെ അറിയുന്ന ഒരു ദൈവം, നമ്മളെ സ്ഥിരതയുള്ളിടത്തേക്ക് ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കവിടെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ എന്ത് ചെയ്യും? ശക്തിയെ പുതുക്കുമെന്ന ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് യഹോവയെ കാത്തിരിക്കുക, നമ്മുടെ ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരെങ്ങനെയാണ് ശക്തിയെ പുതുക്കുന്നത്? എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. അവന് ഹല്ലേലൂയ. അതിന്റെ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബലമില്ലാത്തതിന് ബലം നൽകുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. നമ്മുടെ ചുറ്റുപാടുള്ള ബാല്യക്കാർ ഒരുപക്ഷെ അവര് തളർന്നു പോകും, ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. ഇതൊക്കെ ഒരുപക്ഷെ സംഭവിച്ചെന്നിരിക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ബലവാന്മാർ വീണെന്നിരിക്കാം, ശക്തിയുള്ളവർ ക്ഷയിച്ചു പോയെന്നിരിക്കാം, സമ്പത്തുള്ളവർ വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നത് കണ്ടുവന്നിരിക്കാം, ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടെന്നിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവവൈതലെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന തൻ്റെ ദാസന് വേണ്ടി, തൻ്റെ ദാസിക്ക് വേണ്ടി, ദൈവവൈതലിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ആ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവര് അവർ ശക്തിയെ പുതുക്കുവാൻ ഇവിടെയായിത്തീരും. സ്തോത്രം. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. സർവശക്തന്റെ കരങ്ങളിൽ നിന്നുള്ള ദൈവീക പ്രവൃത്തിയെ കണ്ട് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ ശക്തിയെ പുതുക്കും. അവർ എങ്ങനെയാ ശക്തിയെ പുതുക്കുന്നത്? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നാണ്. സ്തോത്രം. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. എത്രമാത്രം ഉയരത്തിൽ അതിന് പറക്കുവാൻ കഴിയുമോ അത്രമാത്രം ഉയരത്തിലേക്ക് പറക്കുന്നത് പോലെ അത് ചിറകടിച്ച് ഉയരുവാൻ ഇവിടെ ആയിത്തീരും. സ്തോത്രം. അല്പകാലം ആമേൻ കഴുകനൊക്കെ ശക്തിയെ പുതുക്കുന്നത് എങ്ങനെയാണെന്ന് പല ഇടങ്ങളിൽ നമ്മൾ വായിച്ചും മുൻപ് നമ്മൾ പലയിടങ്ങളിൽ മെസ്സേജുകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. കഴുകൻ എങ്ങനെയാണ് ശക്തിയെ പുതുക്കുന്നതെന്ന്. അല്പകാലത്തേക്ക് അതിൻ്റെ ചിറകുകളൊക്കെ പൊഴിച്ച് ആമേൻ പാറയിടുക്കുകളിൽ പോയി അത് പാർക്കുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരൊക്കെ ചിന്തിക്കും അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോയി, അത് മരണാസന്നമായി തീർന്നുവെന്ന്. എന്നാൽ
അല്പകാലം കഴിയുന്നതിന് മുൻപേ അതിൻ്റെ ശരീരത്തിൽ പഴുതിനേക്കാൾ അധികമായി അതിന് വേണ്ടുന്ന ഹല്ലേലൂയ അതിൻ്റെ തൂവലുകൾക്ക് പുനഃസൃഷ്ടിക്കപ്പെടുകയും അത് അധികമായി ശക്തിയെ പ്രാപിക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഹല്ലേലൂയ ബാഹ്യമായ ശരീരത്തിൽ അവൻ ക്ഷീണിതനായി പോയാലും അവൻ അന്തരാത്മാവിൽ ബലം പകരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ബാഹ്യ ശരീരം എന്ന് പറയുന്നത് ഇത് മണ്ണോട് ചേരുവാനുള്ളതാണ്, ഇത് അഴിഞ്ഞു പോകുന്നതാണ്, ഇത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഈ ആത്യന്തിക ശക്തി നമ്മളിൽ പകർന്നിരിക്കുന്നത് മൺകൂടാരങ്ങളുടെ ഉള്ളിലാണ്, മൺകൂടാരത്തിലാണ് ആത്യന്തിക ശക്തി പകർന്നിരിക്കുന്നത്. ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഒരു ദൈവവൈതനെ സംബന്ധിച്ച് ഹല്ലേലൂയ അവന്റെ അകത്തെ മനുഷ്യനിലാണ് ബലം പകരുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതേ ദൈവവൈതലെ സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൾ കുഴിഞ്ഞുപോയെന്നിരിക്കാം. നാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ലോകം ഒരുപക്ഷെ നമ്മളെ പരിഹസിച്ചു എന്നിരിക്കാം. എന്നാൽ ഇന്ന് കാത്തിരിക്കുന്ന ദൈവവൈതലെ നിനക്ക് വേണ്ടി ശക്തിയെ പുതുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. തന്റെ മഹത്വത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. തന്റെ വീരബലത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ മുഖം വാടിപ്പോകുവാൻ സ്വർഗം ഒരു നാളും നമ്മളെ അനുവദിക്കത്തില്ല എന്ന് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നു. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. തളർന്നു പോകാതെ അവർ ഓടും, ക്ഷീണിച്ചു പോകാതെ അവരെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. സ്തോത്രം. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ജീവിപ്പിക്കുന്നത് ആത്മാവാ. അതേ ദൈവമക്കളെ, നമ്മളെ ജീവൻ പകരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ട്, നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ കൊണ്ട് നമ്മൾ ബലമുള്ളവരായി തീരുന്നത് എന്ന സ്തോത്രം. ഉപവസിച്ച ആമേൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ബാലന്മാർ അവർ കഴിച്ചത് ശാഖപദാർത്ഥമായിരുന്നു. ഹല്ലേലൂയ. അവര് ഭോജ്യങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. അവർ കഴിച്ചത് എന്തായിരുന്നു? അവർ കഴിച്ചത് ഹല്ലേലൂയ വെറും ആമേൻ സാധാരണപ്പെട്ടതായ ഭക്ഷണം അവർ കഴിച്ചു. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ശാഖപദാർത്ഥം കഴിച്ചു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്? അതല്ലേ തിരുവചനത്തിൽ വായിക്കുന്നത്? അതേ ദൈവമക്കളെ, അവിടെ സ്തോത്രം മറ്റ് ബാലന്മാരെക്കാൾ അവർ ബുദ്ധിയുള്ളവരായിരുന്നു. അവരുടെ മുഖത്ത് ശോഭയുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? അവരുടെ മുഖത്ത് പ്രതിധ്വനിച്ചിരുന്നത് ആ ദൈവത്തിന്റെ മഹത്വമുള്ളതായ ശോഭയായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ബാഹ്യമായ ശരീരം നമ്മുടെ ഇത് ക്ഷയിച്ചു പോകും കേട്ടോ. സ്തോത്രം. എന്നാൽ നമ്മളിൽ പകരുന്ന ഒരു ആത്മശക്തിയുണ്ട്. ആ ആത്മാവിൽ ജീവിക്കുന്നതായ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു ഭക്തന്റെ വാക്കുകൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതിന് ശക്തിയുണ്ട്. ആ ഭക്തന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതേ ദൈവമക്കളെ, ഇന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവവേദലാണോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. അവിടെ ഒരു വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആകയാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന. ഈ വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്, നമ്മൾ ജീവൻ പകരുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യെരുശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന്. ശിമിയോൻ എന്ന വാർദ്ധക്യം ബാധിച്ചതായ, നരബാധിച്ചതായ ഒരു മനുഷ്യൻ, അവൻ കാത്തിരുന്നത് യെരുശലേമിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന ശിമിയോൻ എന്നതായ വാർദ്ധക്യമുള്ളതായ ഒരു മനുഷ്യൻ, നരബാധിച്ചതായ ഒരു മനുഷ്യൻ. അവൻ നീതിമാനായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. അത് മാത്രമല്ല, ആ പരിശുദ്ധ ആത്മാവും അവന്റെ മേലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ഒരു അരുളപ്പാട് ലഭിക്കും, ഒരു കാഴ്ചപ്പാട് ലഭിക്കും, ഒരു ദർശനം ലഭിക്കും. ഹല്ലേലൂയ. അവർ കാത്തിരിക്കുമ്പോൾ എന്ത് ദർശനമാണോ ദൈവം അവർക്ക് കൊടുത്തത് അത് പ്രാപിക്കുവാനിടയായിത്തീരും. ഇവിടെ കർത്താവായ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപേ മരണം കാണുകയില്ല എന്ന് ഒരു അരുളപ്പാട് ലഭിച്ചിരുന്നു. ആ ക്രിസ്തുവിനെ കൈകളിലേന്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേ ദൈവവൈതലേ, നീ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുവോ? ദൈവമുഖം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ.
നമ്മളെ തള്ളിക്കളയത്തില്ല കേട്ടോ, നമ്മളെ ഉപേക്ഷിച്ച് കളയത്തില്ല. സ്തോത്രം. ആ വാഗ്ദത്തങ്ങളെ അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതെങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് നിറയുവാനിടയായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? നാം കാത്തിരിക്കേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ കൃപ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവാത്മാവ് നമ്മളെ നടത്തേണ്ടതിന് വേണ്ടിയാ ദൈവത്തിൽ നിന്ന് നമ്മൾ കാത്തിരിക്കേണ്ടത്. ദൈവത്തിന് എന്ത് ശക്തിയാണ് നമുക്ക് പ്രാപിക്കുവാനായിട്ടുള്ളത്? ദൈവത്തിൽ നമ്മൾ പ്രാപിക്കേണ്ടുന്ന ശക്തി പരിശുദ്ധാത്മാവ് എന്ന നല്ല കാര്യസ്ഥന്റെ ആത്യന്തികമായ കൃപ, ആ ശക്തിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പ്രവാചകൻ ചോദിക്കുന്നത് പോലെ ഈ താഴ്വരകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. താഴ്വരകൾ മുഴുവനും അസ്ഥിക്കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവമക്കളെ, ജീവിക്കും. എങ്ങനെ ജീവിക്കും? അതിലേക്ക് ശ്വാസം ഊതുമ്പോൾ, അതിലേക്ക് ദൈവത്തിന്റെ ആത്മസാന്നിധ്യം കടന്നു വരുമ്പോൾ അത് ജീവിക്കുവാനിടയായിത്തീരും, അത് ജീവനുള്ളതായിത്തീരും. ഇന്ന് അസ്ഥിക്കൂമ്പാരം പോലെ കിടക്കുന്ന ആമേൻ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, വളരെ ശക്തമായി ജീവിപ്പിക്കുന്ന വചനം, ആത്മാവാകുന്ന വചനം നമ്മളിലേക്കൊന്ന് വ്യാപരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ജീവൻ പകരുവാനിടയായിത്തീരും, നമ്മളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാനിടയായിത്തീരും. നമുക്ക് കാത്തിരിക്കാം. കർത്താവിന്റെ കൃപ നമുക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവവൈതലിന്റെ ഏറ്റവും വലിയ വാഞ്ചയതായിരിക്കണം, ദൈവത്തിന് എനിക്ക് പ്രാപിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ ദൈവാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാനിടയായിത്തീരും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുകയാണ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കുമെന്ന ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ശിമെയോൻ കാത്തിരുന്നു. ആ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചത് നമ്മൾ ആ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരുമോ? സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ചലിക്കുന്നതൊക്കെ, ഹല്ലേലൂയ, നമ്മൾ വെള്ളത്തിൽ നീന്തുന്ന അനുഭവം പോലെ ആയിത്തീരും. സ്തോത്രം. നമ്മൾ ആ ഒഴുകിപ്പോകുന്നത് നമ്മുടെ പരിശ്രമം കൊണ്ടല്ല. ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഒഴുക്കിനാൽ നാം ഒഴുകിപ്പോകുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവെന്ന നല്ല കാര്യസ്ഥൻ നമ്മളെ നേർനിലത്തിലേക്ക് വഴി നടത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ദൈവത്തിൽ നമുക്ക് ശക്തിയെ പുതുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ആ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 24-ാം അധ്യായത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ ഞാൻ അവിടെ കൊണ്ടുപോകുന്നു. 24-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുന്ന സമയത്ത് അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ-49 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഹല്ലേലൂയ മുൻകാലങ്ങളിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഭകളിലൊക്കെ കാത്തിരിപ്പ് യോഗങ്ങൾ ഉണ്ടായിരുന്നു. കാത്തിരുന്ന് ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിക്കുവാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഉണ്ടായിരുന്നു, ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ കാര്യങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അതിനൊക്കെ വളരെ ഹല്ലേലൂയ വ്യത്യാസം വരുന്ന ഒരു ലോകത്ത് കാലത്തിലാണ് നമ്മൾ പാർക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്, സ്തോത്രം, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തിയുണ്ട്. അത് ഏത് ശക്തിയാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അത് പിതാവ് നമുക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കണമെന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രിയിൽ ഈ ആത്മശക്തി നമുക്കൊന്ന് പ്രാപിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുദാസൻ, അവരൊക്കെ ഈ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കേണ്ടതിന് ദൈവമക്കൾ ആഗ്രഹിക്കണം, വാഞ്ചിക്കണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. അങ്ങനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഏറ്റവും വിജയകരമായ നിലയിൽ ആമേൻ ഈ ലോക ജീവിതം നമുക്ക് ഹല്ലേലൂയ വിജയത്തോടെ നയിക്കുവാൻ തക്കവണ്ണം, ക്രിസ്ത്യ ജീവിതം വളരെ വിജയത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്കിടയായിത്തീരും എന്നതിന് സംശയമില്ല. സ്തോത്രം. ഇല്ലെങ്കിൽ വഴിത്താരകളിൽ നമ്മൾ തളർന്നു പോകും, നമ്മുടെ കാലുകൾ ഇടറിപ്പോകും എന്നതിന് സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ഞാൻ ദൈവജനത്തിന്റെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരികയാണ്. അവിടെ നമ്മൾ കാത്തിരുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിൻ്റെ 10-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു ശതാധിപനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ. ആ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഭക്തനായിരുന്നു. തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി, ജനത്തിന് വളരെ
ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നുവെന്ന്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന് ഹല്ലേലൂയ ദൈവാത്മാവിൽ ഒരു ഗൈഡൻസ് ലഭിച്ചിട്ട് പത്രോസിന്റെ പ്രസംഗം കേൾക്കേണ്ടതിന് കാത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പിറ്റേന്നാൾ കൈസരിയയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു. ഹല്ലേലൂയ. പത്രോസിനായിട്ട് കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ഇവിടെ കൊർന്നല്യോസ് കാത്തിരുന്നത്. മറ്റൊന്നും തന്റെ മുമ്പിലില്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് കേൾക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതേ ദൈവമക്കളെ, ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹങ്ങളെ, ആമേൻ, നമ്മുടെ ഉള്ളത്തിന്റെ ആ വാഞ്ചയെ അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ തന്നെ അതിൻ്റെ 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിറ്റേന്നാൾ അതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അവർ കൂട്ടി വരുത്തി അവിടെ പത്രോസിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ തുടർന്നുള്ളതായ 34-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പത്രോസ് തുടങ്ങി ആ പ്രസംഗം അവിടെ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ വചനം അവരോട് സംസാരിച്ചപ്പോൾ എന്താ അതിന് വ്യത്യാസമുണ്ടായത്? നമ്മളതിൻ്റെ 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന്. ഓ ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, ഒരു വിജാതീയൻ അവൻ കർത്താവിന്റെ ശബ്ദം കേൾക്കേണ്ടതിന്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് അവൻ കാത്തിരിക്കുകയാണ്. ദൈവദാസന്റെ ആമേൻ വായിൽ നിന്ന് വരുന്നതായ ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് കാത്തിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്ന ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. ആകയാൽ ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകത്തില്ല, ഓടുവാൻ വേണ്ടുന്ന ബലം കാലുകൾക്ക് തരും. അതേ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കും നമ്മുടെ ഉള്ളത്തിന് വേണ്ടുന്ന ബലമാണ്. നമ്മൾ തകർന്നു പോകുവാനല്ല, നമ്മൾ ക്ഷീണിച്ചു പോകുവാനല്ല. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മോട് പറയുന്നത് നമുക്കെല്ലാം പ്രതികൂലമാണെന്നാണ്, നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പല വിഷയങ്ങളും നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ കഴുകന്മാരെ പോലെ ശക്തി പുതുക്കുവാൻ, നമ്മുടെ ഉള്ളത്തിന് വലിയൊരു ആശ്വാസം പകരുന്ന, നമ്മുടെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമായി ഓടുമാറാക്കുന്ന, വൻകരികളിലേക്ക് നടത്തുമാറാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്കൊന്ന് മറയാം. ഹല്ലേലൂയ. അങ്ങനെ മറയുന്ന ഒരു ദൈവപൈതലിനെ അവൻ തന്റെ ശക്തി കൊണ്ട് പുതുക്കും, തന്റെ ബലം കൊണ്ട് പുതുക്കും എന്നതിന് യാതൊരു സംശയമില്ല. ശിമിയോൻ കാത്തിരുന്നത് പോലെ ഹല്ലേലൂയ ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവവരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.